ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഇൻട്രാഡേ ട്രേഡിംഗ് കൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അതായത് നമ്മളിപ്പോൾ ഡെലിവറി എടുത്ത് പൊസിഷൻ എടുത്ത് ട്രേഡ് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഇൻട്രാഡേ ട്രേഡ് കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ എന്താ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും, അവിടെ വായിച്ചു നോക്കാൻ സാധിക്കും. പിന്നെ ആദ്യം പറയട്ടെ, നിങ്ങൾക്ക് അപ്സ്ട്രോക്കിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഏഞ്ചൽ ബ്രോക്കിലാണെങ്കിൽ ഈ ലിങ്ക് യൂസ് ചെയ്യുക. പിന്നെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ അടുത്ത് DRA, അതായത് ഡിജിറ്റൽ റെഫറൽ അസോസിയേറ്റ്, നിങ്ങൾക്ക് റെഫർ ചെയ്ത് കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് തന്നെ വരാം. ഞാൻ 9 അഡ്വാൻറ്റേജസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ അഡ്വാൻറ്റേജ് ലിവറേജ്. അതായത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് ലിവറേജ്, ഓരോ ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ലിവറേജസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതിലിപ്പോൾ ചില ഏഞ്ചൽ ബ്രോക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അപ് ടു 44x ഒക്കെയാണ് അവർ പറയുന്നത്. ഒരു ആവറേജ് നല്ലൊരു സ്റ്റോക്കൊക്കെ ആണെങ്കിൽ 30x ഒക്കെ വരെയും കിട്ടും. അതായത് നമ്മുടെ 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 30,000 രൂപയുടെ അല്ലെങ്കിൽ 40,000 രൂപയുടെ ഒക്കെ ട്രേഡ് എടുക്കാൻ സാധിക്കും. അത് ഓരോ ബ്രോക്കർ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ലിവറേജ് എടുത്ത് നല്ല രീതിയിലൊരു വലിയ എമൗണ്ട് ട്രേഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്താണ് ഷോർട്ട് സെല്ലിങ്. നമ്മൾ പൊസിഷൻ എടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും മാർക്കറ്റ് അപ്പായാൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ 100 രൂപ വിലയുള്ള ഷെയർ 100 ക്വാണ്ടിറ്റി മേടിച്ച് വയ്ക്കുക, അത് 101 രൂപ ആയാലാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇൻട്രാഡേയുടെ കാര്യത്തിൽ ഷോർട്ട് സെല്ലിൽ എടുത്താണ് എടുക്കണമെങ്കിൽ 100 രൂപ വിലയുള്ള ഷെയർ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ്, 99 രൂപ ആയാലും നമ്മൾ ഷോർട്ട് സെല്ലാണ് ചെയ്തേക്കണമെങ്കിൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ വലിയ അഡ്വാൻറ്റേജ് ആണ് നോ ഓവർനൈറ്റ് റിസ്ക്. അതായത് നമ്മൾ ഒരു പൊസിഷൻ എടുത്ത് അന്ന് വൈകുന്നേരം മാർക്കറ്റ് അവർ ക്ലോസ് ചെയ്യുന്നതോടുകൂടി ആ ട്രേഡ് അവർ ക്ലോസ് ചെയ്യണം. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ നൈറ്റ് വറി ചെയ്തിരിക്കേണ്ട വരത്തില്ല നാളെ എന്തായിരിക്കും മാർക്കറ്റിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നമ്മൾ പക്ഷേ പൊസിഷൻ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മളിന്ന് ബൈ ചെയ്തേക്കുന്നത് നാളെ മാർക്കറ്റ് ഡൗൺ ആവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പൈസ ലോസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നൈറ്റ് മൊത്തം ടെൻഷനായിരിക്കും നാളെ എന്തായിരിക്കും മാർക്കറ്റിൻ്റെ അവസ്ഥ എന്ന്, പ്രത്യേകിച്ച് ഒരു ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ. പിന്നെ അടുത്തൊരു റിസ്ക് മാനേജ്മെൻറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ്. എപ്പോഴും ഒരു ഇൻട്രാഡേ ട്രേഡ് നല്ല രീതിയിലുള്ളൊരു റിസ്ക് മാനേജ്മെൻറ്റ് പഠിക്കണം. അതായത് സ്റ്റോപ്പ് ലോസ് അവിടെ വെക്കണമെന്നും എത്ര വരെ നമുക്ക് റിസ്ക് എടുക്കാമെന്നും. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെയാണ് നമ്മുടെ പേഴ്സണൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലാണെങ്കിലും നമുക്കൊരു സ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പ് ആവും. നമ്മളൊരു റിസ്ക് എടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് എന്തോരമാണ് അതിൻ്റെ ആ റിസ്ക് ഫാക്ടർ എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ ചിന്തിക്കാൻ സാധിക്കും. പിന്നെ അഞ്ചാമത്തെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലൊന്നും ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒന്നും പഠിക്കേണ്ട വരത്തില്ല ഇൻട്രാഡേ ചെയ്യാനായിട്ട്. ജസ്റ്റ് ബേസിക്കലി ടെക്നിക്കൽ അനാലിസിസ്, അതിൻ്റെ മൂവ്മെൻറ്റ്, RSI അങ്ങനെയുള്ള ബേസിക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനെപ്പോൾ നല്ലൊരു ഡിസിപ്ലിൻ വേണമെന്ന് മാത്രം. പിന്നെ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയിലാണ് ചെയ്യണമെങ്കിൽ ഒരു വൻ രീതിയിലുള്ള വോളറ്റിലിറ്റിക്ക് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ ഇപ്പോൾ ഈ പൊസിഷൻ എടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി എടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് വാനിഷ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇൻട്രാഡേ കാര്യത്തിൽ ഫണ്ടമെൻ്റലി കമ്പനി സ്ട്രോങ് അല്ലെങ്കിൽ പോലും നമ്മൾ ഷോർട്ട് സെല്ലൊക്കെ ചെയ്ത് നമുക്ക് ഈസിയായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ആറാമത്തെ അഡ്വാൻറ്റേജ് ആണ് റെഗുലർ ഇൻകം. നമുക്ക് പൊസിഷൻ ട്രേഡ് എടുക്കുമ്പോൾ ആ മാർക്കറ്റ് അപ്പായാൽ മാത്രമേ നമുക്കൊരു ബെനിഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇൻട്രാഡേയുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് ചെയ്യാം. ചെറിയ എമൗണ്ടിന് ട്രേഡ് ചെയ്ത് ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൽ നാളെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒരു റെഗുലറായിട്ട് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റിസ്ക് ഫാക്ടറും വളരെ വലുതാണ്. പക്ഷേ നമുക്കൊരു ഡെയിലി നമുക്ക് ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അടുത്താണ് മാർക്കറ്റ് ന്യൂസിനെ കുറിച്ച് വറി ചെയ്യേണ്ടി വരത്തില്ല ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക്. പൊസിഷൻ ട്രേഡ് എടുക്കുന്നവർക്ക് എപ്പോഴും മാർക്കറ്റ് ന്യൂസിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യതയുണ്ട്. കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാവരും പെയ്ഡ് ന്യൂസ് ആയിരിക്കും. പക്ഷേ എന്നാലും മാർക്കറ്റ് ന്യൂസ് വെച്ച് നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത്. പക്ഷേ ഇൻട്രാഡേ കാര്യത്തിൽ നമുക്ക് അത്ര വലിയ ഇത് ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ എടുത്തേക്കുന്ന പൊസിഷൻ എന്താണോ അത് വൈകുന്നേരം 3 മണിയാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 3:30 ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും എന്നുള്ളത് മാത്രം നമുക്കൊരു അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അടുത്ത എട്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസി എൻട്രി ടു സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം ഈ പുതിയതായിട്ട് ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നവർക്കൊക്കെ എന്താണിതെന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. നല്ല ഫണ്ടമെൻ്റലി പഠിക്കുന്ന ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യത്തിൽ. പക്ഷേ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഇതൊന്നും പഠിക്കേണ്ട അല്ലെങ്കിൽ നല്ല കമ്പനി ചൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബേസിക്കലി ഒരു മൂവ്മെൻ്റ് ഉള്ള ഒരു സ്റ്റോക്ക് കണ്ടുപിടിക്കുക. അതൊക്കെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ നല്ല സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റും. നല്ല വോൾട്ടൈറ്റ് മൂവ്മെൻ്റ് ഉള്ള സൈഡ് വൈസ് മൂവ്മെൻ്റ് അല്ലാതെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റൊക്കെ ഡെയിലി ഉള്ളത് അങ്ങനത്തെ ഷെയർ കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് പറ്റിയൊരു എൻട്രി പൊസിഷൻ കിട്ടുമ്പോൾ എൻട്രി എടുക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ കൂടുതലും ലക്ക് ഫാക്ടറാണ് കൂടുതലും വർക്കാവുന്നത്. എത്രയൊക്കെ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്താലും ഒരു ലക്ക് ഫാക്ടർ ഇല്ലെങ്കിൽ
ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നല്ലൊരു ഡിസിപ്ലിൻ വേണം. അടുത്ത 9ാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹോം ബേസ് റവന്യൂ ആയിട്ട് കരുതാൻ പറ്റും. നമ്മൾ പൊസിഷൻ ട്രേഡ് എടുക്കുമ്പോൾ ഹോം ബേസ് തന്നെയാണ്. പക്ഷേ ഇൻട്രാഡേയിൽ നമുക്ക് കുറച്ച് നേരം മാത്രം വർക്ക് ചെയ്താൽ മതി. മീൻസ് ചിലവരൊക്കെ 15 മിനിറ്റ് കൊണ്ട് മാത്രം എൻട്രി എടുത്ത് എക്സിറ്റ് അടിച്ച് ഡേ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇൻട്രാഡേ ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ വർക്കിംഗ് ടൈം വളരെ കുറവാണ്. പൊസിഷൻ ഉണ്ടാകും നമ്മൾ പിന്നെ നോക്കി എന്നും ടെൻഷൻ അടിച്ച് മാർക്കറ്റ് മൂവ്മെൻ്റ് ഒക്കെ വാച്ച് ചെയ്ത് ഇരിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി എൻ്റെ ഒരു അറിവിൽ ഇൻട്രാഡേ ട്രേഡ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അഡ്വാൻറ്റേജ് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് വീഡിയോ കാണുന്നവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ കാണാൻ സമയം ചിലവഴിച്ച് നിങ്ങൾക്ക് താങ്ക്സ്. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട. പിന്നെ അക്കൗണ്ട് എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഏഞ്ചൽ ബ്രോക്കിങ്ങിലോ അപ്സ്റ്റോക്കിലോ അക്കൗണ്ട് എടുക്കാൻ ലിങ്ക് യൂസ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.